Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ വിഷമമുള്ളൊരു കാര്യം പറയാനാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും നമ്മുടെ ഒരു പ്രശസ്ത യൂട്യൂബറിൻ്റെയുമായിട്ടുള്ള ചാനലിലെ മോണിറ്റൈസേഷൻ ഡിസേബിളായി. അപ്പോൾ അതെന്താണ് കാര്യം? ഇതിന് മുമ്പ് ഇതിനെ ഇപ്പോഴൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം കാരണം തന്നെയാണ്. അപ്പോൾ അതെന്താ പറയുക, ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ആൾ ആ വീഡിയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ അതെന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം യൂട്യൂബേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിന് 5 സബ്സ്ക്രൈബർ, അതായത് 1000 സബ്സ്ക്രൈബർ ആയിട്ട് മോണിറ്റൈസ് ആയ ചാനലായാലും 5 മില്യൺ ഉള്ളതായാലും ഈ ഒരു പോളിസി അവരെ ചാനൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. പിന്നെ പുതിയ വന്ന യൂട്യൂബേഴ്സ് ഇത് കാരണം ഈ ഒരു പോളിസി പ്രകാരം അവരെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആവാതിരിക്കാം. അപ്പോൾ അതെന്താ കാര്യം നമുക്ക് നേരെ പറയാം. അതായത് യൂട്യൂബേഴ്സിന് നമുക്കറിയാം മോണിറ്റൈസേഷനാണ് ഏറ്റവും ഉള്ളൊരു കാര്യം, പൈസ കിട്ടും. അപ്പം നമ്മളൊരു ചാനൽ തുടങ്ങി ഒരു യൂട്യൂബറായി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറായി വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് മോണിറ്റൈസ് ആവുന്നത്, എത്ര പൈസ കിട്ടി, എന്ത് കിട്ടി. യെസ്, എന്ത് കിട്ടി? കാരണം നമ്മുടെ ശമ്പളം ചോദിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ ആൾക്കാർക്ക് ചോദിക്കും. ഇത് ഒരു യൂട്യൂബറുടെ ശമ്പളം തന്നെയാണ് അവരെ ആഡ്സൻസ് എന്നുള്ള റവന്യൂ. അപ്പോൾ ഈ ഒരു റവന്യൂ പെട്ടെന്നൊരു ദിവസം ബ്രേക്ക് ആയാലോ? കാരണം നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ, പുതിയ ചാനലുകാരൻ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല. ഇനി അതല്ല വെച്ചാൽ മോണിറ്റൈസേഷനായി ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണ്ടല്ലോ വിചാരിച്ചാലും അവരെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായാൽ നമ്മൾ ആ ഒരു കാര്യം തിരുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് എന്ത് ചെയ്യും, നമുക്ക് ചാനലിലെ മോണിറ്റൈസേഷൻ തിരിച്ച് എനേബിൾ ചെയ്യും. പക്ഷേ പല ആൾക്കാരും ആ 4000 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ 6000 മണിക്കൂർ ഇപ്പോൾ ഞാൻ മെയിൻറ്റെയിൻഡാണ്, ധൈര്യത്തോടെ ഞാൻ പറയാണ്. കാരണം എൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പം നമ്മൾ 6000 മണിക്കൂർ അവിടെ മെയിൻറ്റെയിൻഡ് ആണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ല ഇല്ലെങ്കിൽ എന്താ മോണിറ്റൈസേഷൻ നമ്മൾ കിട്ടാൻ വേണ്ടി എടുക്കണ അതേ എഫേർട്ട് തന്നെ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും ചെയ്യണം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മോണിറ്റൈസേഷന് ഭയങ്കര എഫേർട്ട് എടുത്തു. ഈ പറഞ്ഞ 2 ചാനലുകാരും മോണിറ്റൈസ് ആവാൻ വേണ്ടി അത്ര എഫേർട്ട് എടുത്തു. ആ എഫേർട്ട്നെസ് മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഇല്ലേണ്ടേ. അപ്പോൾ അവിടെ വാച്ച് അവർ ലെവൽ കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു റീമോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ വാച്ച് അവർ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് പറ്റില്ല. ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഈ 4000 മണിക്കൂർ ടാർഗറ്റ് എത്തിക്കണം. സാധാരണ ഒരു വർഷത്തിനുള്ളിലാണ് 4000 മണിക്കൂർ വേണ്ടത്. ഇപ്പം നമ്മുടെ പാസ്റ്റ് മുതൽക്ക് ഈ ഒരു ഡേറ്റ് ഇപ്പോൾ മെയിലാണ്, ജൂണിലാണ്, ആ ഡേറ്റിന് ഈ 4000 മണിക്കൂർ കാണിച്ചു കൊടുക്കണം. അന്ന് പറഞ്ഞ സുഹൃത്തിനും ഇപ്പം ആക്കാൻ പറ്റിയിട്ടില്ല, ഇവർക്കും തന്നെ. ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ പോയത് അത് പറഞ്ഞുതരാം. റീയൂസ്ഡ് കണ്ടൻറ്റ്. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഇവിടെ കൊച്ചിയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്, അതുമല്ലെങ്കിൽ ഒരു അവാർഡ് നൈറ്റ് നടക്കുകയാണ്. നിങ്ങളവിടെ പോകുന്നു, നിങ്ങൾ ക്യാമറയിൽ എടുക്കുന്നു, അവിടെ മോഹൻലാൽ വരുന്നു, മമ്മൂട്ടി വരുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചാൽ അതിൻ്റെ പ്ലേയേഴ്സ് ബാറ്റ് ചെയ്യുന്നു, ആ വീഡിയോസ് എടുക്കുന്നു, ആ ബൈറ്റ്സ് എടുക്കുന്നു, നിങ്ങളത് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ചാനലിൽ ഇടുന്നു. അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മീഡിയ, സോണി ലൈവ്, അതേപോലെ ഏഷ്യാനെറ്റ്, അങ്ങനെയുള്ള റിപ്പോർട്ടർ ചാനൽ, ഇവരൊക്കെ പൈസ കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളതിടുമ്പം അവരുടെ വ്യൂ പോവും. അപ്പോൾ എന്ത് ചെയ്യും, അവരെ മാനേജേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. ഈ ക്ലെയിം വന്നാൽ തന്നെ നിങ്ങളുടെ റീയൂസ്ഡ് കണ്ടൻറ്റ് അത്, കാരണം അത് അവർക്ക് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ എൻ്റെ മോൾക്ക് വന്നു ഇതേപോലെ ഒരു പാട്ട്, ഇരിയേ പറഞ്ഞ പാട്ട്, ദുൽഖറിൻ്റെ പാട്ട്. അവരുടെ ടീം, ദുൽഖറിൻ്റെ ടീം അതിൽ എഴുതി കാണിച്ചു, ദുൽഖർ സൽമാൻ്റെ പേര് അതിൽ കാണിച്ചു, കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നവർക്ക് കാണിച്ചു.
ഞാൻ വേഗം പറഞ്ഞത് റിമൂവ് ചെയ്യാം. അവൾക്ക് മോണിറ്റൈസ്ഡ് ആവാത്തതുകൊണ്ട് ആ വലിയൊരു ഇഷ്യൂ ഇല്ല. അപ്പം ഇതാണ് കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ടൻറ്റ് മാത്രം ഇടാം. ഇപ്പോൾ അടുത്ത അമ്പലപ്പറമ്പിലൊരു പാട്ടുകൾ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്പലപ്പറമ്പിലൊരു സ്കിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങളത് ഷൂട്ട് ചെയ്തിടാൻ പറ്റില്ല. കാരണം അമ്പല കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ തന്നെ വേറെ ആൾക്കാരിട്ടുണ്ട്. അതിൽ രണ്ടാമതാണ് നിങ്ങൾ ഇടുന്നത് വെച്ചാൽ ആദ്യത്തെ ആൾക്കാർക്ക് നിങ്ങളുടെ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിട്ടു, എന്നിട്ട് ആദ്യം ഒരാൾ അതിന് മറ്റേ ആൾക്ക് കോപ്പിറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്കത് ഓണർഷിപ്പ് കിട്ടും. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ വേറൊരു സുഹൃത്ത്, ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ട്. ആള് പണ്ട് കാസറ്റ് ഇറക്കായിരുന്നു. ഈ ഭക്തിഗാനങ്ങളുടെ. ആ കാസറ്റ് നാളെ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു അന്ന്. ഇത് കേട്ടിട്ട് ആ ഡിവോഷണൽ സോങ്സ് ഒരാൾ അപ്ലോഡ് ചെയ്തു, ഒരു ഫ്രോഡ് ഇയാളുടെ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു, ആ ചാനലിൽ ആ പാട്ട് അപ്ലോഡ് ചെയ്തു. ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പം മറ്റേ ആൾ ഇങ്ങേർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ക്ലെയിമും കൊടുത്തു. നോക്കണേ, അവിടെ യൂട്യൂബ് എന്ത് ചെയ്തു, ഫസ്റ്റ് ആൾക്ക് തന്നെയാണ് അതിനുള്ള പ്രയോറിറ്റി. ആരാണോ ആദ്യം അപ്ലോഡ് ചെയ്തത്, അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അന്യൻ്റെ കണ്ടൻറ്റ് എടുക്കാതിരിക്കുക. നിങ്ങളൊരു കണ്ടൻറ്റ് ചെയ്താൽ അപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ പബ്ലിക് കണ്ടൻറ്റ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിലുള്ള നിങ്ങളുടെ മോളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമോളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളുകാർ ആ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അവരത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ സ്ട്രൈക്ക് തരാം. അപ്പോഴും നിങ്ങളുടെ റീയൂസ്ഡ് കണ്ടൻറ്റായി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് പോയിപ്പോവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നോളജ് സിറ്റിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത ടീമിൻ്റെ ഭാഗത്തുള്ള ഒരാളായിരുന്നു നമ്മുടെ സുഹൃത്ത്. ആളെടുത്ത വീഡിയോയ്ക്ക് വേറെ ടീം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. കാരണം ആൾക്ക് അത്രയും അതിൽ അവകാശപ്പെടാനുള്ള കാര്യമുണ്ട് അതിൻ്റെ A to Z. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്നേക്കുമായി നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. മോണിറ്റൈസേഷനാണ് ഒരു യൂട്യൂബറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സുജിത് ഭക്തൻ ഇപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കി, കാറുകൾ വാങ്ങി. ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയതൊക്കെ അദ്ദേഹം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്. പല ആൾക്കാരും ചോദിക്കും യൂട്യൂബേഴ്സിനോട് പണിക്ക് പോയിക്കൂടെ എന്ന്. നിനക്കെന്താ പണിയെന്ന്? ഇതന്നെയാണ് യൂട്യൂബേഴ്സിൻ്റെ പണി. ആ ഏണിംഗ് ആണ് ഇവിടെ കട്ടായി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും റീയൂസ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. വല്ല ഉദ്ഘാടന ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മളവിടെ പോയി പറഞ്ഞിട്ട് നമ്മളും കൂടി ആക്കിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ അതിനുള്ള 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇടുക. അത് ഫെയർ യൂസർ പോളിസിൻ്റെ ഉള്ളിൽ നിൽക്കുമോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കണ്ടൻറ്റ് ഇടാതിരിക്കുക. അല്ലെങ്കിൽ അവരോട് അതിൻ്റെ കമ്പനീനോട് ഇപ്പോൾ ഒരു ഇനോഗ്രേഷന് പോകാന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാർ ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് നിങ്ങൾ പോവാണ്, നിങ്ങളത് എടുത്തിടുകയാണെങ്കിൽ അവർ ഓതറൈസ്ഡ് ലെറ്റർ വാങ്ങുക ലെറ്റർ ഹെഡിൽ. അപ്പോൾ ഇങ്ങനൊരു ഡിസ്പ്യൂട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ലെറ്റർ ഹെഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് നമുക്ക് അതിനുള്ള അനുമതി തരുന്നതാണ്. കാരണം യു ആർ ദ ഓതറൈസ്ഡ് പേഴ്സൺ. അതില്ലാണ്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ൻ്റെ പണി തന്നെയായിരിക്കും വരിക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.